കാടാമ്പുഴ അക്ഷയ കേന്ദ്രത്തിൽ 8 മുതൽ 17 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള റോബോട്ടിക് നിർമ്മാണ പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നങ്ങാടന്റെ സാന്നിധ്യത്തിൽ നടന്നു. ഇതിലാണ് ഇപ്പോൾ റോബോട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്ന സിസ്റ്റത്തോടനുബന്ധിച്ച് മാറാക്കര പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിനെയും ഈ അക്ഷയയിലേക്ക് ക്ഷണിച്ചു. കോഡ് റോബോ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ MS രജനീഷ് കുട്ടികൾക്ക് ഇൻട്രോ ക്ലാസ്സിലൂടെ പദ്ധതി വിശദീകരിച്ചു. നമ്മുടെ പണി വേറെ ആൾ ചെയ്യുകയാണെങ്കിൽ അത്ര സന്തോഷം വേറൊന്നുമില്ല, ശരിയല്ലേ? ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ റോബോട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ? നിങ്ങൾക്ക് പകരം പരീക്ഷ എഴുതാൻ റോബോട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ? ഈ റോബോട്ടിന് ആദ്യം എന്ത് വേണം? ഒരു ശരീരം വേണം. ഇതിന് ഒരു ചെറിയൊരു മനുഷ്യന്റെ ശരീരം പോലെയാണ് ഇതുണ്ടാവുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ആദ്യ ബാച്ചിന്റെ തുടക്കമാണ് ഇന്ന് നടന്നത്. പൂർണ്ണമായും ശീതീകരിച്ച മുറിയിൽ പലതരം റോബോട്ടുകളെ അവർ ഇന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. 25 ദിവസത്തെ സമ്മർ കോഴ്സിനൊടുവിൽ സ്വന്തമായി നിർമ്മിച്ച 10ഓളം റോബോട്ടും AI ടെക്നോളജിയുടെ ബേസിക് വിവരങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. റോബോട്ട് മേക്കിംഗ് കിറ്റുകൾ മാറാക്കര വൈസ് പ്രസിഡന്റ് OP കുഞ്ഞിമുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ കൈമാറി. റോബോട്ട് പരിശീലനം നടത്തുന്നത് നമുക്കറിയാം, വളരെ സന്തോഷകരമാണ്. മാറാക്കര നമുക്ക് അക്ഷയ സെന്റർ തിരഞ്ഞെടുത്തതിൽ കോഴ്സിന്റെ വിവരങ്ങൾ അക്ഷയ സംരംഭക സജന ടീച്ചർ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വിശദീകരിച്ചു കൊടുത്തു. കഴിവ് വികസിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോബോട്ടിക് സംവിധാനം ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം 10ഓളം റോബോട്ടുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കുവാനുള്ള ഒരു സ്കില്ല് അവർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പൊതുവെ മൊബൈൽ ഫോണിലൊക്കെ കളിച്ച് അവർ സമയമൊക്കെ കളയുന്ന ഒരു കാലഘട്ടമാണ് അവർ. അപ്പോൾ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു അക്വയറിംഗ് നോളജ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് കോബോ റോബോട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷയ കേന്ദ്രം 21 വർഷങ്ങൾ പിന്നിടുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്കി അധിഷ്ഠിത സ്കില്ലുകൾ വരും തലമുറയ്ക്ക് സമ്മാനിച്ച് ഒപ്പം മുന്നോട്ടു പോകാനുള്ള പ്രയത്നം ഇനിയും ഊർജിതമായി ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ചുവടുകളാണ് ഇന്നത്തെ റോബോട്ടിക്സ് ക്ലാസിന്റെ തുടക്കം.